ഈ ലോകകപ്പിനെ ബ്രസീൽ തൽക്കാലത്തേക്ക് രക്ഷിച്ചു എന്ന് പറയാതെ വയ്യ. കാരണം നോക്കൗട്ടിലെ ജപ്പാനെതിരായ മത്സരത്തിൽ ജപ്പാൻ ഒരു ഗോൾ നേടി മുന്നിട്ട് നിന്ന സമയത്ത് നമ്മളെല്ലാവരും ആലോചിച്ചതാണ് ബ്രസീൽ തോറ്റിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ലോകകപ്പിൻ്റെ ഭാവി എന്നാണ്. എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതിഗംഭീരമായ പ്രത്യാക്രമണം, മികച്ച മുന്നേറ്റം. എന്തായാലും ജപ്പാൻ്റെ ഒരു ടാക്റ്റിക്കൽ ഗെയിമിനെ അതിമനോഹരമായ ആക്രമണ ഫുട്ബോൾ കൊണ്ട് ബ്രസീൽ മറികടന്ന് പ്രീ ക്വാർട്ടറിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായും സുനീഷ് പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു വ്യത്യാസം തോന്നിയത് ജപ്പാൻ്റെ തന്ത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു കുതന്ത്രം പോലെയാണ് തോന്നിയത്. അത് തീർച്ചയായും ഒരു പക്ഷേ അവരുദ്ദേശിച്ചിരുന്നത് ബ്രസീലിനെ ഗോളടിപ്പിക്കാതിരിക്കുക, പറ്റുമെങ്കിൽ കൗണ്ടർ അറ്റാക്കിലൂടെ പോയിട്ട് 1-2 ഗോൾ നേടി പിന്നീട് പിടിച്ചു നിൽക്കുക എന്നുള്ള ഈ ഇടക്കാലത്ത് നമ്മൾ കാണുന്ന ഒരു തന്ത്രമുണ്ടല്ലോ, അതാണ് അവർ പയറ്റി നോക്കിയത്. പക്ഷേ ബ്രസീലിനെ പോലെ ക്വാളിറ്റിയുള്ള ടീമിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അതെ, ഒരിക്കലും ഇതുപോലെ ഈ ഭയങ്കര സോളിഡ് ഡിഫൻസ് അല്ലതാനോ. അത് ഈ 11 കളിക്കാരും നിരന്ന് നിൽക്കുന്ന ഒരു ഡിഫൻസിനിടയിൽ നമ്മൾ പറഞ്ഞല്ലോ, കളി നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് നിമിഷവും ഗോൾ വരും. ബ്രസീലിനെ പോലെ ക്വാളിറ്റി ഉള്ള ഒരു അറ്റാക്കിംഗ് ഫോഴ്സ് അല്ലേ അവർ. അത് ബുദ്ധിമുട്ടായിരുന്നു അവിടെ. ബ്രസീൽ അവരുടെ ഫുൾ പൊട്ടൻഷ്യലൊന്നും അല്ല കളിച്ചത്, ഡിഫൻസിൽ വീഴ്ചകളുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ആദ്യത്തെ ഗോള് വഴങ്ങിയത് തന്നെ. അതൊരു ഡാനിലോയുടെ ഒരു മിസ് പാസ്, അത് മുതലെടുത്ത് 10-40 മീറ്റർ ഓടിയിട്ടാണ് കൈസു ഗോൾ നേടിയത്, കൈസു സാനോ. അപ്പം അദ്ദേഹം ഷോട്ട് എടുക്കുമ്പോൾ ഡിഫൻസിൽ ആരുമില്ല, ആലിസൺ അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് വന്നു. അപ്പം ഡിഫൻസിൽ ഒരുപാട് എറർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ഞെട്ടലായിരുന്നു ബ്രസീലിന്. അതെ, ആ കൗണ്ടർ അറ്റാക്കാണ്. ആ കൗണ്ടർ അറ്റാക്കിന് സംഭവിച്ചൊരു കാര്യം അത് തന്നെയാണ്. വളരെ വേഗം അവർ ബ്രസീലിന്റെ ബോക്സിന് പുറത്തുനിന്നാണ് ഷോട്ട്, അതൊരു ഡയഗണലാണ് ഷോട്ട്. ആ സമയത്ത് അലിസൺ നിൽക്കുന്നത് ഗോൾ ലൈനിന് ഒത്തിരി കയറിയാണ് നിൽക്കുന്നത്. അപ്പൊ ഡൈവ് ചെയ്യാൻ പറ്റില്ല. സമയം ലൈനിലായിരുന്ന കുറച്ചുകൂടെ അത് ആ ഒരു ബ്ലോക്ക് ചെയ്യാനുള്ളൊരു വലിയൊരു ഷോട്ട്. അതെ, ആംഗിൾ കിട്ടുമായിരുന്നു. വലിയൊരു ഷോട്ടൊന്നും അല്ല, പക്ഷെ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിരുന്നു. അതിന്റെ ഒരു ഫിനിഷിങ് വളരെ മികച്ച ഒരു ഫിനിഷിംഗ് ഉള്ളൂ ആ ഒരു ഗോളായിരുന്നു. അതോടെ ഒരു വരണ്ടുപോയി. പക്ഷേ അതിന് ശേഷം കളിച്ച ജപ്പാൻ വേറൊരു ജപ്പാനായിരുന്നു. ആ ഒരു ഒറ്റ ഗോളിൽ തൂങ്ങി അങ്ങനെ മുന്നോട്ട് പോകേണ്ടതായിരുന്നോ? പക്ഷേ അവർ കുറച്ചുകൂടെ മുൻപുള്ള കളികളിലൊക്കെ കളിച്ച പോലെ കുറച്ചുകൂടെ അറ്റാക്കിങ് അവർക്കത് പറ്റുമെന്ന് നമ്മൾ കണ്ടാണ്. ഹൈ ബോളുകളിൽ കൂടെ എതിർ ടീമിൻ്റെ ബോക്സിൽ വന്ന് അഭ്യാസം കാണിക്കുന്ന ജപ്പാനെ നമ്മൾ കണ്ടാണ്. പക്ഷെ അതിന് നിൽക്കാതെ സ്വന്തം എന്താ പറയുക, എതിരാളികളുടെ ഫൈനൽ തേർഡിൽ അവർ 10 പേര് നിരന്ന് നിൽക്കുന്നു, എന്നിട്ട് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതെ, ഈ ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധം നമ്മൾ വളരെ താത്വികമായിട്ട് പറയില്ല. ബ്രസീലിനെതിരെ അവർ കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ബ്രസീലിന് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതിന് പകരം നമ്മൾ കണ്ടത് 11 കളിക്കാരും ഇറങ്ങി നിൽക്കുന്നു. അത് ഗോളിയും അവരുടെ സെൻട്രൽ ഫോർവേഡ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി നിൽക്കുന്നു, അവരുടെ ഹാഫിൽ നിൽക്കുന്നു. അവിടെ ബ്രസീലിന്റെ ഏതാണ്ട് ഡിഫൻസിലുള്ള എല്ലാവരും തന്നെ കയറി വന്ന് ഓൾ ഔട്ട് അറ്റാക്ക് ആയിരുന്നു. ആ അറ്റാക്കിൽ അവിടെ നമ്മൾ ഉറപ്പിച്ചു. കാരണം മാത്രമല്ല, അവർ കളിച്ച ശ്രദ്ധിച്ചു. അതായത് അവർ ഗ്രൗണ്ട് ബോളിന് ശ്രമിച്ചില്ല. ബ്രസീൽ ഹൈ ബോൾ കൊടുത്തു. അപ്പോൾ ആ ഹൈ ബോൾ കണക്ട് ചെയ്യാൻ വന്നവരൊക്കെ ഉയരമുള്ള താരങ്ങളാണ്. അപ്പം ആദ്യം വരുന്നത് തന്നെ കസീമിറോയാണ് വന്ന് ഗോൾ അടിക്കുന്നത്. കസീമിറോയ്ക്ക് ഹൈറ്റ് ഉണ്ട്, അതൊരു ഹെഡറാണ്. അപ്പോൾ അതൊരു വളരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവർക്കത് മനസ്സിലായി. ബ്രസീൽ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. തീർച്ചയായും അത് ഇനിയുള്ള കളികളിൽ ഈ ബ്രസീൽ പക്ഷേ കുറച്ചുകൂടെ ടാക്ടിക്കലി ചിന്തിക്കണമെന്ന് തോന്നുന്നു. അവരുടെ പോരായ്മകൾ അത് പരിഹരിക്കുക, അവരുടെ മികവ് കുറച്ചുകൂടി ഷാർപ്പൻ ചെയ്യുക. ഇപ്പോൾ ഇന്ന് ഈ കളിയിൽ വിനീഷ്യസിനെ പേടിച്ചതെന്ന് തോന്നുന്നു. വിനീഷ്യസിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രമാണ് ബ്രസീൽ. ഇടത് വിങ്ങിൽ വിനീഷ്യസിന് സ്പേസ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് ബോൾ കിട്ടാതിരിക്കുക. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് വിനീഷ്യസ് പുറകോട്ടിറങ്ങി കളി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതും നമ്മൾ കണ്ടു. എന്തായാലും ബ്രസീൽ ഷാർപ്പൻ ചെയ്തേ മതിയാവുള്ളൂ. പ്രീ ക്വാർട്ടറിൽ എത്തുമ്പോൾ എതിരാളികൾ കുറച്ചുകൂടി ശക്തരായിരിക്കും. അപ്പം അതിനനുസരിച്ച് ബ്രസീലും അവരുടെ പരമ്പരാഗതമായ ഒരു കഴിവുണ്ടല്ലോ, മറ്റേ ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് പറയുന്ന എന്താ പറയുക, അവരുടെ ഒരു മികവിൻ്റെ പാരമ്യത്തിലേക്ക് വരേണ്ടതായിരിക്കുന്നു. അതെ, ജോഗോ ബോണിറ്റോയെ കുറിച്ചായിരിക്കും. അതാണ് ബ്രസീലിനെ എല്ലാ കാലത്തും ചാമ്പ്യന്മാരാക്കിയിട്ടുള്ള അവരുടെ ശൈലി. അവർക്ക് ടാക്ടിക്സോ അല്ലെങ്കിൽ അവരുടെ ഫോർമേഷനോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഷമീർ പറഞ്ഞാൽ വളരെ ശരിയാണ്. ഈ കളിയുമായിട്ട് ബ്രസീലിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഈ ലോകകപ്പിൽ അവരുടെ ഒരു താരനിരയെ പരിഗണിക്കുമ്പോൾ ഏറ്റവും വളരെ മികച്ച താരങ്ങളാണ് വിനീഷ്യസ് ഒക്കെ ഉള്ളത്. വിനീഷ്യസിൻ്റെ ഒരു സാന്നിധ്യം അവരുടെ മാത്രമല്ല എത്രയോ പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുപോരാ, ഇതൊന്നുകൂടെ ഒന്ന് മിനുക്കിയെടുത്താൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്രീ ക്വാർട്ടറിൽ അവർക്ക് ഐവറി കോസ്റ്റും അല്ലെങ്കിൽ നോർവേ ഇതിലേതെങ്കിലും ഒരു ടീമാണ് വരാൻ പോകുന്നത്. എതിരാളികളെ രണ്ടും നല്ല കരുതരായ ടീമുകൾ തന്നെയാണ്. ഒരു പക്ഷേ ജപ്പാനെ പോലെ തന്നെ ഈ ഒരു ത്രസിപ്പിക്കുന്ന
അല്ലെങ്കിൽ ഇതുപോലെ ആദ്യന്തം നാടകീയതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടീമുകളാണ്. അതെ. അപ്പോൾ ആ മത്സരത്തിൽ ഒരു പക്ഷേ നെയ്മാർ കളിക്കുമായിരിക്കും. നെയ്മാർ വാമപ്പ് ചെയ്യുന്നത് കണ്ടിരുന്നു, പക്ഷേ അദ്ദേഹത്തെ ഇറക്കിയില്ല. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ എക്സ്ട്രാ ടൈം വരികയാണെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടലായിരുന്നു. ബ്രസീൽ ടീം, 2 ടീമുകളും എക്സ്ട്രാ ടൈമിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ അവസാന 90+5 മറ്റോ ആണ് ഗോൾ വീണത്. 1 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഫൈനൽ വിസിലാണ്. അപ്പോൾ 2 ടീമുകളും വളരെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ എക്സ്ട്രാ ടൈമിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ ആ എക്സ്ട്രാ ടൈമിൽ നെയ്മാർ കളിക്കുമായിരുന്നു. അതെ, നെയ്മാർ കളിക്കും എന്ന് പറയുമ്പോൾ നെയ്മാറിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ ഗുണമാകുന്നത്. നെയ്മാറിന്റെ ഫിറ്റ്നസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഇപ്പോഴും സംശയമുണ്ട്. അല്ലെങ്കിൽ വളരെ ഇഞ്ചുറിക്കൊക്കെ വീണ്ടും സാധ്യതയുള്ള ഒരു ആളാണ് നെയ്മാർ. പക്ഷേ ഒരു സെക്കൻഡിന്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നെയ്മാറിന് ഒരു അവസരം മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. വളരെ ക്രിയേറ്റീവായ പ്ലെയറാണ്. അത് ബ്രസീലിന് എല്ലാ സമയത്തും യഥാർത്ഥ സമയത്ത് അത് ബ്രസീലിന് ഉപകാരമാകുന്നു തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതെ, ഈ തീർച്ചയായും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1990 ശേഷം ബ്രസീൽ ഈ നോക്കൗട്ടിൻ്റെ ആദ്യ കളികൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ചരിത്രം അവർ നിലനിർത്തുകയും ചെയ്തു. അപ്പം അത് നോക്കൗട്ടിൽ അവർ മുന്നേറുക എന്നുള്ളത് നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ കൂടി ഒരു ആവശ്യമാണല്ലോ. ബ്രസീലും ആ ഒരു സൗത്ത് അമേരിക്കൻ ഫ്ലേവർ, ഈ 5 തവണ ലോക ചാമ്പ്യന്മാരായ അവരുടെ ലോകമെമ്പാടുമുള്ള ആരാധകർ അവർ കൊണ്ടുവരുന്നൊരു ഫ്ലേവർ എല്ലാ കാലത്തും ലോകകപ്പിന് അനിവാര്യമാണ്. ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. കാരണം ബ്രസീൽ ഈ ലോകകപ്പിൽ തുടരേണ്ടത് ആരാധകരുടെ ആവശ്യമാണ്. ഇതിന്റെ ഒരു ഹരം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വളരെ ആവശ്യമാണ്. അതെ, അത് മാത്രമല്ല അത് കോമ്പറ്റീഷൻ, ആരാധകർ തമ്മിലുള്ള ഫൈറ്റ്, ഇതെല്ലാം നിലനിൽക്കേണ്ടത് ലോകകപ്പിൻ്റെ ആവേശത്തിന് അത്യാവശ്യമാണ്. അതെ. അപ്പോൾ അത് ഒരു ഘട്ടം കൂടി മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. ഇതേപോലെ ശക്തരായ ടീമുകളൊക്കെ നല്ല മികച്ച പ്രകടനങ്ങൾ ഈ റൗണ്ട് ഓഫ് 32 പുറത്തെടുക്കുമെന്നും പ്രതീക്ഷിക്കാം. ഇനി കരുത്തുറ്റ ടീമുകളുടെ ഒരുപിടി മത്സരങ്ങൾ വരാനുണ്ട്. അവയെല്ലാം നന്നാവുമെങ്കിൽ പ്രതീക്ഷിക്കാം. ഈ നമ്മൾ പറഞ്ഞ അവസാനിപ്പിക്കാൻ പറഞ്ഞ ദേവാസുരത്തിൽ പറയുന്ന പോലെ മംഗലശ്ശേരി നീലകണ്ഠൻ മാത്രം പോരാ, അവിടെ ശേഖരൻ കൂടി വേണം. മുണ്ടക്കൽ ശേഖരൻ കൂടി വേണം. ബ്രസീൽ മാത്രമല്ല, അർജന്റീനയും ഫ്രാൻസും എല്ലാവരും വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. അതെ 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 അതെ.